നെല്ല് സംഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി വിളിച്ച യോഗത്തിൽ മില്ലുടമകളെ പങ്കെടുപ്പിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചതെന്ന് മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കിയെങ്കിലും മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. അതോടെ യോഗം മാറ്റിവെക്കുകയായിരുന്നു. മില്ലുടമകളുടെ സാന്നിധ്യത്തിൽ നാളെ യോഗം ചേരും. 9 മണിക്കായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം തീരുമാനിച്ചത്. ഭക്ഷ്യ, കൃഷി, വൈദ്യുതി മന്ത്രിമാർ, സപ്ലൈകോ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിലെത്തിയിരുന്നു. യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ മുഖ്യമന്ത്രി ആദ്യം തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച ശേഷമാണ് മില്ലുടമകളെ ഒഴിവാക്കിയത് എന്നുകൂടി മന്ത്രി ജി.ആർ. അനിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിശദീകരണത്തിൽ തൃപ്തനായിരുന്നില്ല. തുടർന്ന് യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ മന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസ് വിടുകയും ചെയ്തു. അതിനുശേഷം നാളെ വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ മില്ലുടമകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും നൽകി. നാളെ എന്തായാലും മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ മില്ലുടമകളുമായിട്ടുള്ള യോഗവും നിശ്ചയിച്ചിരിക്കുന്നത്. മില്ലുടമകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സംഭരണവുമായി മില്ലുകാർ ചില തടസ്സങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മില്ലുകാരുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആദ്യപടി എന്നുള്ള കാര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഞാനും മില്ലുകാരുമായി സംഭാഷണം നടത്തിയിരുന്നു. അത് ഇന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരു ചർച്ച നടത്തി. നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെന്റ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് അക്കാര്യം നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നെല്ല് സംഭരണവുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം നെല്ലുടമകളുടെ നിലപാട്. ഈ കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അത് മന്ത്രിമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വില കൂട്ടിക്കൊണ്ട് കർഷകരിൽ നിന്നും നെല്ല് വാങ്ങരുത് എന്നൊരാവശ്യം തന്നെയാണ് മന്ത്രി ജി.ആർ. അനിലും ഉന്നയിച്ചിരിക്കുന്നത്.